അടിമാലി വാളറ കുളമാൻകുഴി മേഖലയിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടി കുടുംബങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത്. 3 കാട്ടാനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാൻകുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തിയിട്ടുണ്ട്. പല കർഷകർക്കും സംഭവിച്ച നഷ്ടം വലുതാണ്. ഏലവും മലയിഞ്ചിയും കൊക്കോയും ഒക്കെ കാട്ടാനകൾ വലിയ തോതിൽ നശിപ്പിച്ചതായി കർഷകർ പറയുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലങ്ങളായി രാത്രിയിൽ ഈ പറമ്പിലാണ് ആന വന്നു നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 250 കട ഏലം, 50 കമുക്, 30 കൊക്കോ, 50 സെന്റിൽ മലയിഞ്ചി മുതലായ കൃഷികൾ സമൂലം നശിപ്പിച്ചു. അതിന്റെ ഒരു എൻഡിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2-3 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ ഒറ്റപ്പറമ്പിൽ മാത്രം വരുത്തിയിട്ടുണ്ട്. ഇതുപോലെ 50-ൽ പരം കർഷകരുടെ കൃഷിയിടത്തിൽ ഭാഗികമായും ഏറിയും കുറഞ്ഞും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട്. പൊറുതിമുട്ടിയതോടെ പ്രദേശത്തെ ആളുകൾ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രദേശത്ത് കുറ്റമറ്റ രീതിയിൽ ഫെൻസിംഗ് തീർത്താൽ ആനശല്യം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് പ്രദേശവാസികളുടെ വാദം. കാട്ടാനശല്യം രൂക്ഷമായതോടെ പകൽ സമയത്ത് കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും കർഷകർ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. മഴ പെയ്യുന്നതോടെ അടിക്കടി ഈ പ്രദേശത്ത് വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തിയിട്ടും തുരത്തി ഓടിക്കാൻ മാർഗമില്ലാതെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു. വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി.